പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത, നാളെ അള്ളാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് കഴിയുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവെ പടച്ചവനെ, വസ്ത്രധാരങ്ങളെ പോകട്ടെ, നമ്മുടെ മക്കൾ ഇന്ന് തലമറയ്ക്കുന്നത് പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാലഘട്ടം. തലമറയ്ക്കാറില്ല. വഅദിന്റെ സദസ്സുകളിൽ വന്നിരുന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും അറിയാം, പടച്ചവനെ മുടി പുറത്ത് കാണുന്നത് പാപമാണ്, ഔറത്താണ് മുടി പുറത്തിടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കറിയാം, ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല. ഒരു അന്യപുരുഷന്റെ മയ്യത്ത് പോലും പെണ്ണ് കാണാൻ പാടില്ല, ആണും കാണാൻ പാടില്ല. പരിശുദ്ധമായി ദീൻ പഠിക്കുന്നതാ. പക്ഷേ മുടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അത് വളരെ നിസ്സാരമായിട്ട്, അതൊരു പാപമായിട്ട് തന്നെ കരുതുന്നില്ല. മുടി ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് നിസ്സാര പാപമല്ല. തലയിലെ മുടികൾ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നരകത്തിന്റെ ഒരു തൊപ്പിയാണ് നിന്റെ തലയിൽ വെക്കുന്നത്. അല്ലാഹുവേ,